ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് അഡ്വഞ്ചറസിന് വേണ്ടിയിട്ട് ബീച്ചിൽ പോയിരുന്നു. എൻ്റെ ഉപ്പയാണെങ്കിൽ ബസ് സ്റ്റാൻഡ് അപ്പുറങ്ങും. നമ്മളാണെങ്കിൽ കണ്ണൂരാണ് സ്വന്തം പയ്യാമ്പലത്താണ് അഡ്വഞ്ചറസിന് പോയത്. ആമയാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാം അറിയുന്നുണ്ട്, മുന്നിൽ നടക്കുന്നുമുണ്ട്. ഈ പിള്ളേരെല്ലാം കണ്ട, ഈ പിള്ളേരെല്ലാം എന്ത് സ്പീഡിലാണ് നടക്കുന്നത്. മീറ്റ് മൈ ഇത്താത്ത, വൺ ആൻഡ് ഓൺലി ഇത്താത്ത. ഒക്കെ ഇതെല്ലാം ഫിയർ ആണ്. പിന്നെ ആണെങ്കിൽ നമ്മളിതിൻ്റെ എൻഡിലെത്തി ഒക്കെ ചൂണും പിടിച്ച്. ആമയാണെങ്കിൽ ഓരോന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതൊന്നും ഞാൻ എവിടെ ഇടുന്നൊന്നും കാണുന്നില്ല. നമ്മൾ ഈ കാലം വീടിൽ തന്നെ മയങ്ങിപ്പോയി. അത് മാത്രമല്ല, വി ആർ ഡേസി ഫാമിലി. വി വാണ്ട് ചായ ഇൻ എവരി ഈവനിങ്. അപ്പോൾ നമ്മൾ ചായ കുടിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഇൻകംപ്ലീറ്റ് ആണ്. ഇക്കാലത്തിൽ എല്ലാ കടിയും നമ്മൾ തന്നെ തിന്നുകയും ചെയ്തു. വി ആർ ബേസിക്കലി ഫുഡി ഫാമിലി. ഓക്കെ, അതിനൊരു ഉപ്പ പറഞ്ഞ് നീ ബീച്ചിന്റെ ഫോട്ടോ എടുക്കാൻ നമുക്ക് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ടാണ്. ഉപ്പാക്ക് ഞാൻ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തെടുത്തിട്ട് ഉപ്പാനെ സംതൃപ്തി അടക്കിപ്പിച്ചതാണ്. അങ്ങനെ നമ്മളെ തിരിച്ചു പോകുമ്പോൾ രംഗങ്ങളാണിത്. അണ്ട് ഇൻവെർട്ടറായിട്ട് അതൊക്കെ ഫിയർ ആയിക്കൊണ്ട് കൈ പിടിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് പട്ടം പറപ്പിക്കാൻ ആശയായി. ഓളാണെങ്കിൽ നമുക്ക് പട്ടവും വാങ്ങിച്ചെന്ന്. അങ്ങനെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് പട്ടം പറപ്പിക്കുന്നത്. പട്ടം പറപ്പിക്കുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ലെവൽ അത് ഹൈ ആണ്. അതിൻ്റെ ഇടയിൽ കണ്ടിട്ട് അതാ പറഞ്ഞാൽ നീ പറപ്പിക്കുന്നതെല്ലാം റോങ് ആണ്, ഞാൻ എനിക്ക് പഠിപ്പിച്ചതാ പറഞ്ഞിട്ട് ഓൾ ഞാൻ ഓരോന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് അവൾക്ക് മാത്രമേ മനസ്സിലാവുന്നുള്ളൂ. പിന്നെ ഉപ്പ വന്നിട്ടാണ് നിങ്ങൾ രണ്ടാൾ പറപ്പിക്കുന്ന റോങ് ആണ്, ഞാൻ ഇത് പണ്ടേ ഉണ്ടാക്കി പറപ്പിക്കലുണ്ട് എൻ്റെ ചെറുപ്പത്തിൽ എന്നിട്ട് ഉപ്പ ഇങ്ങനെ ഓരോന്ന് പറപ്പിക്കുന്നു. പറപ്പിച്ച് ഉപ്പാക്ക് പട്ടത്തിന്റെ ഹരം പിടിച്ചിട്ടായില്ലത്. ഉപ്പാണെങ്കിൽ വിടുന്നുമില്ല. ആ പറഞ്ഞ് ഞാൻ പറപ്പിക്കാന്ന് കൊടുത്തപ്പോൾ തന്നെ ആമ അതിൻ്റെ നൂല് വിടുകയും ചെയ്തു. പിന്നെ ആ ബൈക്ക് കണ്ടിട്ടില്ല പട്ടത്തിന്. അങ്ങനെ ആമയാണെങ്കിൽ ആടെ ഓടിയ ക്ഷണത്തിൽ ഇരിക്കുകയും ചെയ്യുന്നു. ഉപ്പയാണെങ്കിൽ പോയ വട്ടം തിരിച്ചു വരുമെന്ന് നോക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ആമാനെ വിട്ടാൽ പോരല്ലോ. അങ്ങനെ ആമയുടെ റിവെഞ്ച് വീട്ടുകയും ചെയ്ത് അത് തിരിച്ചു കൊടുക്കുകയും ചെയ്തോളാം. അപ്പൊ അവിടെ ഈക്വൽ ആയി. പിന്നെ ബീച്ചിലാണെങ്കിൽ നമുക്ക് കച്ച മസ്റ്റ് ആയിക്കോണെ നമുക്ക് കച്ച ചെന്നിട്ട് വീട്ടിലേക്ക് പോക്കായി.